ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പുതിയൊരു മെത്തേഡാണ്, സ്ഥല സൗകര്യം കുറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ മുകൾ ഭാഗത്ത് ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാം. ചെറിയ ചെറിയ കിഴങ്ങ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ ഇവിടെ വെക്കാം. മുകളിൽ ടോപ്പിൽ പിന്നെ മിളക് തൈ, തക്കാളി ഇതൊക്കെ വെക്കാം. ഇതിപ്പോൾ നമുക്ക് പല ടൈമിലായിട്ട് കിട്ടിയതിൻ്റെ പേരിലാണ് ഇത് പല സൈസിൽ നിൽക്കുന്നത്. ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ നമ്മളിത് പൂവിട്ടിട്ടുണ്ട്, ചെറിയ മുട്ട് ഇട്ടിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഇനി അടി വരെയും നമുക്ക് ഓരോ കള്ളികൾ ഈ ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെക്കാം. കമ്പി കട്ട് ചെയ്യണ്ട, കള്ളി വലുപ്പമുള്ളവർക്ക് വലുപ്പം കൂട്ടിയിട്ടുള്ള കള്ളി മേടിക്കാം. ഇത് സാറ് ചിലവുള്ളൂ, ഒരു 500 രൂപ താഴെ ചിലവ്. പിന്നെ ഇതിൽ കമ്പോസ്റ്റ് മണ്ണ്, ഒരു തരി മണ്ണ് പോലെ ഇതിലില്ല കേട്ടോ. കംപ്ലീറ്റ് പച്ചില, മറ്റേ കരിയില, പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മറ്റേ പുല്ല് വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ പറമ്പിൽ നിൽക്കുന്ന പുല്ലുകൾ, ചീമക്കൊന്നയുടെ ഇല, ഇതൊക്കെ എല്ലാം കൂടിയിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ മണ്ണൊന്നും ചേർത്തിട്ടില്ല. അതിപ്പോൾ തക്കാളി തൈകൾ ഇന്ന് വെച്ചിട്ടുള്ളതാണ് അടിയിലുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ആർക്കും ട്രൈ ചെയ്യാം. നമുക്ക് ചെറിയൊരു സ്പേസ് മതി. ഇതിൻ്റെ വൃത്താകൃതി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനൊരു 6 അടിന് മേടിച്ചിട്ടുള്ളത്, 6 അടിയുടെ ഷീറ്റാണ് മേടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 6 അടിയുടെ ആ ഷീറ്റും ഉള്ളിലിടുന്ന നല്ല കട്ടിയുള്ള ഷീറ്റ് മേടിക്കാം. ഇത് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണൊന്നും ഇളകി പോവില്ല, പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സുഖമാണ് ഉണ്ടാവും. പിന്നെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കമ്പോസ്റ്റാണ് കേട്ടോ, മണ്ണൊന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് നമ്മൾ അറിയിക്കാം. കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. തക്കാളിയൊക്കെ നല്ല ഇതിൽ വളർന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇനി വല്ലവരും ഇത് വീഴുമല്ലോ, ചെരിഞ്ഞു പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ നമുക്കിങ്ങനെ ചുറ്റും റൗണ്ടിൽ വേണമെങ്കിൽ കമ്പ് വെച്ചിട്ട് കെട്ടാം. അതല്ലെങ്കിൽ സ്വയം വെറുതെ റൗണ്ടിൽ വെറുതെ ജസ്റ്റ് വള്ളി കൊണ്ട് കെട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ, ഞങ്ങളുടെ ഇവിടെ മസ്ജിദ് റോഡ് കൂട്ടായ്മയുടെ നമ്മുടെ ഇപ്പോൾ ട്രഷറായിട്ടുള്ള സൈനുദ്ദീൻ ക പറഞ്ഞു തന്നൊരു മെത്തേഡാണ്. ആർക്കും ചെയ്യാവുന്നുള്ളൂ. ഇനിയും തൈകൾ കിട്ടാനുണ്ട്, ഇല്ല, തൈകൾ വാങ്ങിയിട്ട് വേണം. കിട്ടാനില്ലാണ്ടല്ല, വാങ്ങാൻ പോകുന്ന സമയം കിട്ടാനുണ്ട്. പടി വരെ നമുക്ക് വെക്കാം, ചീരൊക്കെ വെക്കാം. ഈ കള്ളികളിലൊക്കെ ഓരോ തൈകൾ നടാം. ഉണ്ടാ, ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും തൈകൾ വെച്ചിട്ട് ഉണ്ടാ. തക്കാളി തൈയൊക്കെ ഇത് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ 15 എണ്ണം വെച്ചതാണ് കേട്ടോ. അതിൻ്റെ പിന്നത്തെ ആഴ്ച വെച്ചതാണ് ഇത് കണ്ടോ, അത്രയും വലുപ്പമായി. അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതെന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. സ്ഥലപരിമിതി കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ സംഭവമാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ നമ്പർ 9961895552. നമ്മൾ ഓൾ കേരള സപ്ലൈയാണ്. കോഴികൾ, പെറ്റ്സിൻ്റെ അതാണ് മെയിനായിട്ട്. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ, കരിങ്കോഴി, നാടൻ കോഴി, ഇതര മുട്ടക്കോഴികൾ, ഫാൻസി കോഴി, കാട, താറാവ്, ഗിനി, ടർക്കി, ഇതൊക്കെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഞ്ചിയൊക്കെ വെക്കാം കേട്ടോ, അതിൻ്റെ ടോപ്പ് ഭാഗത്ത്. ഇഞ്ചിയൊക്കെ ഞങ്ങളിവിടെ ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ വെറുതെ പറിച്ച് വെച്ചതാണ്, നല്ല വിത്ത് കിട്ടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ എല്ലാവരും പറയണ പോലെ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.